പ്രശാന്ത് സാറേ, ഇപ്പോൾ അമേരിക്കൻ താരിഫിനെ എങ്ങനെ നേരിടണമെന്ന് നരേന്ദ്രമോദിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒന്ന് താരിഫിനെ നേരിടാനുണ്ട്. താരിഫ് അന്യായമാണെന്ന് ഇപ്പോൾ ലോകത്തിന് മൊത്തം ബോധ്യമുണ്ട്. അമേരിക്കൻ ഫെഡറൽ കോടതിയുടെ വിധി വരെ വന്നു. സ്വന്തം അമേരിക്ക പോലും ഇപ്പോൾ അദ്ദേഹത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു സ്വീകാര്യതയും ഇല്ലാത്തൊരു നേതാവായി മാറി. അമേരിക്കയുടെ മുഴുവൻ പ്രതാപത്തെയും അപമാനിക്കുന്ന ഒരു നേതാവായിട്ട് മാറി. അതേസമയത്ത് മോദിയാണെങ്കിൽ സമാന്തര മാർക്കറ്റ് ലോകം മുഴുവൻ നേടിയെടുത്തിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളുമായി വിപുലമായ ബന്ധം, ഇന്ത്യക്ക് വലിയ സ്വീകാര്യത, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ ചൈനീസ് പ്രീമിയർ പോലും ഇന്ത്യൻ പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്നു. അങ്ങനെ കാലം വന്നിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ സാറിനോട് ചോദിക്കുന്നത്, കുറേ കൂടി രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങൾ താഴെ തട്ടിൽ കാണുന്ന ഒരാളെന്ന നിലക്ക് ഇന്ത്യയിലെ സാധാരണക്കാരെ ഈ അമേരിക്കൻ താരിഫ് എങ്ങനെയൊക്കെയാണ് ബാധിക്കുക? ഇന്ത്യയിലെ സാധാരണക്കാരനെ എങ്ങനെയാണ് ബാധിക്കുമെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ഇപ്പം എത്ര പറയുമ്പോഴും അമേരിക്ക ഇപ്പോഴും ലോകത്തെ നമ്പർ 1 രാജ്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മോദി പറഞ്ഞു, സാറ് പറഞ്ഞതുപോലെ, അത് മോദിക്ക് അറിയാം. മോദി പറഞ്ഞു, ഞാൻ ഏൽക്കുന്നു, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ഏൽക്കുന്നു, എൻ്റെ കൃഷിക്കാർക്ക് വേണ്ടി ഞാൻ ഏൽക്കുന്നു, എൻ്റെ സാധാരണക്കാരന് വേണ്ടി ഞാൻ ഏൽക്കുമ്പോൾ ആദ്യം ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 17% ആണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ കയറ്റുമതി. മാത്രമല്ല ട്രില്യൺ കണക്കിന് വരുന്നുണ്ട്. അതിനകത്ത് ടെക്സ്റ്റൈൽസ് വരുന്നുണ്ട്, ഈ പറയുന്നത് പോലെ സീ ഫുഡ്സ് വരുന്നുണ്ട്. ഇപ്പം സാധാരണക്കാരനെ ബാധിക്കുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെ നമുക്ക് വേറെ മാർക്കറ്റ് കാണുന്നു. ഒരു സാധനം ഇപ്പം നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുക, നമ്മൾ കുറച്ച് കാലം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്ന് ആ സാധനം ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ളടത്തോട്ട് ആയെങ്കിൽ തന്നെ വിതരണം ചെയ്യുന്നതിന് ഒരു താമസം വരുമല്ലോ. അപ്പൊ എന്തായാലും ആദ്യം ഒരു ഡിലേ വരും. പക്ഷെ അതിനകത്ത് വലിയ പോസിറ്റീവായ സംഗതിയില്ലേ സാർ? ഒരു കാലത്ത് ഇപ്പോൾ നമ്മൾ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി അമേരിക്കക്കാരനെ കാത്തിരുന്ന പിച്ചക്കാരുടെ ഒരു നാടായിരുന്ന കാലത്ത് നിന്ന് അമേരിക്കൻ മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇറക്കിയാൽ ഞങ്ങൾ തീരുവ കൂട്ടുന്ന പറയണത്. ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് അമേരിക്ക കൂടി സ്വീകാര്യമായി എന്നാണ് എൻ്റെ. അതെ. സാറ് ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും? സാധാരണക്കാരനെ ഞാൻ ഈ പറഞ്ഞു വന്നതാണ്. സാധാരണക്കാരനെ എപ്പം ബാധിക്കും? കാരണം നമ്മുടെ ഇവിടുത്തെ മിഷനറി വർക്ക് കുറവുള്ള രാജ്യമല്ലേ ഇന്ത്യ. സാധാരണക്കാരനാണല്ലോ ഈ തുണി ഉണ്ടാക്കുന്നതിനകത്തും പല മത്സ്യബന്ധന മേഖലയിലും ഒക്കെ. അപ്പൊ അതിനകത്ത് കുറച്ച് ഇപ്പോൾ ഒരു അടിയുണ്ടാവും. ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. ഇന്ത്യ അമേരിക്ക ബന്ധത്തിനകത്ത് അതങ്ങനെ നിലനിൽക്കുമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. പിന്നെ തൊഴിലവസരങ്ങൾ, വ്യാപാരി കത്ത് കൊടുത്തു സാറേ. അതാ ഇന്ത്യ. അതാണ് മനസ്സിലാക്കണ്ടേ. വേണ്ട നമുക്ക് അവന്റെ കച്ചവടം. അതിന്റെ അലിയന്റെ തലത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു സംഘടന പേര് ഞാൻ ഓർക്കുന്നത്, അവർ കത്ത് കൊടുത്തു മോദിക്ക്. എന്താണെന്ന് എനിക്ക് ഓർമ്മ. അവര് പറഞ്ഞു, നമുക്കിപ്പം ഞങ്ങൾക്ക് ലക്ഷങ്ങളുടെ തൊഴിലാളികളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് വരും, പക്ഷെ നമുക്ക് ഇവന്റെ കച്ചവടം വേണ്ട, നമുക്ക് വേറെ പിടിക്കാം, നമുക്ക് ഇവിടെ നോക്കാം. ബലമാണ്. ജനം മൊത്തം കൂടായി. സാറേ ഇപ്പൊ ഒരു കാര്യം സാറ് പറഞ്ഞില്ലേ, എപ്പോഴാണ് അവൻ സഹായിച്ചിട്ടുള്ളേ? സാറേ 65 നമ്മളെ പട്ടിണി അല്ലെങ്കിൽ നമുക്ക് ക്ഷാമം വന്നപ്പോൾ ഗോതമ്പ് വരാത്തവനാ. 71 നമ്മളെ എപ്പോഴൊക്കെ നമ്മളെ ഉപദ്രവിക്കാനോ അപ്പോഴെല്ലാം ഉപദ്രവിച്ചു. വാജ്പേയിയുടെ കാലത്ത് ഉപദ്രവിച്ചു. ഏറ്റവും അവസാനം സിന്ധുവിന്റെ കാലത്ത് ഉപദ്രവിച്ചു. പാകിസ്ഥാൻ നമ്മളെ സഹായിച്ച ഒറ്റ സമയമേ ഉള്ളൂ. ചൈനയുമായിട്ട് യുദ്ധം വന്നപ്പോൾ അന്ന് അവനാവശ്യം. ചൈനയുമായിട്ട് യുദ്ധം വന്നപ്പോൾ നമ്മളെ സഹായിച്ചു. വേറെ എപ്പോഴാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്? ഏത് സമയത്താണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്? നമുക്ക് സഹായിച്ചിട്ടൊന്നുമില്ല. ഇപ്പം നമ്മുടെ കൂടെ ചിരിച്ചുകൊണ്ട് തോളെ കൈയിട്ട് നിന്ന ട്രംപും അതിനു മുമ്പ് നമ്മുടെ കീഴിൽ കൂടെ അല്ലെങ്കിൽ നമ്മളോട് എതിർത്ത് നിന്ന അമേരിക്കൻ പ്രസിഡന്റുമാരും എല്ലാം ഒരേ സ്വഭാവം കാണിച്ചിട്ടുള്ളത്. അവന്റെ ഭാഗം മാത്രം നമ്മൾ ഈ പറയുമ്പോൾ എല്ലാം പറയണം, അവന്റെ താല്പര്യം ഈ പറയുന്ന പോലെ. പിന്നെ ഈ പറയുന്ന താരിഫ് കൂട്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കൂട്ടി, ഇപ്പം ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട് എന്താണ്? സാർ മുമ്പേ ചോദിച്ചില്ലേ, നമ്മുടെ കമ്പോളം അവന് വേണ്ട വിധത്തിൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുവദിച്ചു കൊടുക്കാത്തതിന്റെ ദേഷ്യം. അതായത് വ്യാപാര കരാർ ഞാൻ ഇന്ത്യയുമായിട്ട് ഒപ്പുവെക്കും, ആദ്യം ഒപ്പുവെക്കും എന്ന് വെടുവായിത്തരം ലോകത്തോട് പറഞ്ഞു. ഇന്നും ഒപ്പുവെച്ചിട്ടില്ല. എന്താ സാർ പറഞ്ഞതാ കാര്യം? നമ്മുടെ കർഷകർ, നമ്മുടെ പാലുൽപാദകർ, നമ്മുടെ സാധാരണക്കാരൻ, നമ്മുടെ തുണിത്തരങ്ങൾ ഇതിന് കോട്ടം വരുന്ന രീതിയിലേക്കുള്ള ഒരു ഇറക്കുമതി നമ്മുടെ അമേരിക്കയുടെ അനുവദിക്കുന്നില്ല. ഇതാണ് ആദ്യത്തെ പ്രശ്നം. റഷ്യ അല്ല പ്രശ്നം. പ്രശ്നമെങ്കിൽ റഷ്യന്ന് വളം മേടിക്കുന്നവൻ അമേരിക്ക. 51% ക്രൂഡ് ഓയിൽ ഇപ്പോഴും മേടിക്കുന്നവനല്ലേ ഈ പറയുന്നത് പോലെ റഷ്യന്ന് മേടിക്കുന്നവരല്ലേ യൂറോപ്യൻ കൺട്രീസ്. അത് പൈസയല്ലേ കിട്ടുന്നത്? അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ലേ? ചൈനക്കാരന് 30% താരിഫ് കൊടുക്കുമ്പം അതുകൊണ്ട് ആ പൈസ കൊണ്ട് റഷ്യയുടെ എണ്ണ മേടിക്കുന്നില്ല, നമ്മളെക്കാട്ടി കൂടുതൽ. അപ്പം ആ പൈസ യുദ്ധത്തിന് ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയുടെ പൈസ മാത്രമാണ് യുദ്ധത്തിന് ഉപയോഗിക്കുന്നത്? അല്ലല്ല. ബൈഡന്റെ കാലത്ത് ഇവരല്ലേ പറഞ്ഞ് ഞങ്ങൾ ബാൻ ഏർപ്പെടുത്തി, റഷ്യയുമായിട്ട് ഞങ്ങൾ ബാൻ ഏർപ്പെടുത്തി, നിങ്ങൾ ഈ അവിടുന്ന് ക്രൂഡ് ഓയിൽ മേടിക്കാം. അന്ന് നമുക്ക് 4% കണ്ട 0.4% നമ്മൾ മേടിക്കുന്നത് മറ്റേ റഷ്യയുടെ നിന്ന്.
റഷ്യയുടെ നിന്ന് ക്രൂഡ് ഓയിൽ മേടിക്കുന്നത്. ഇവർ പറഞ്ഞു, അമേരിക്ക പറഞ്ഞു, യൂറോപ്യൻ കൺട്രീസ് പറഞ്ഞു, ഞങ്ങൾ GCC രാജ്യങ്ങളുമായിട്ട് ഇനി ക്രൂഡ് ഓയിൽ മേടിക്കാൻ പോവുകയാണ്, ഞങ്ങൾ അവരുടെ ബാനാണ്, ഞങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? ഇവിടുന്ന് മാത്രം ക്രൂഡ് ഓയിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും മേടിക്കേണ്ട ഒരവസ്ഥ വന്നാൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടും, പെട്രോളിൻ്റെ വില കൂടും, ഡീസലിൻ്റെ വില കൂടും. അപ്പം നമ്മുടെ അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്ന് മേടിക്കുന്നു, റഷ്യയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നു, നമ്മളിവിടെ അവനെ പെട്രോളാക്കി ഡീസലാക്കി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുത്തു. അപ്പം ഇത് ഈ വില കൂട്ടാതിരിക്കുന്നതിന് വേണ്ടി സഹായിച്ച, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞിട്ട് എണ്ണ മേടിച്ച നമ്മളെടുത്താ ഇപ്പൊ പറയുന്നേ ഇയാൾ മേടിക്കേണ്ട, ഇയാളാ യുദ്ധത്തിന് കാരണം. കാര്യമൊന്നുമില്ല. പണ്ടൊരു കഥയുണ്ടല്ലേ, കാട്ടിലൊരു നിയമം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പം മേളിൽ നിന്ന് വെള്ളം കുടിച്ച മാൻ്റെ അടുത്ത് പറഞ്ഞ് പുലി പറഞ്ഞു, അവനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു, അയ്യോ താഴെ നിന്ന് വെള്ളം കുടിച്ച മാൻ്റെ അടുത്ത് പറഞ്ഞു, നീ മേളിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പുലി പറഞ്ഞു, നീ എൻ്റെ വെള്ളം കലക്കി എന്തിനാ, അപ്പൊ നിയമം തെറ്റിച്ച് പിടിക്കും. ഇതായിപ്പോ അപ്പം രണ്ട് ബദലുകൾ ലോകത്ത് തെളിഞ്ഞു വന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവായ സംഗതി. നമ്മൾ ഈ ഇന്ത്യൻ പൊളിറ്റിക്സ് ഇങ്ങനെ സൂക്ഷിക്കുമ്പോഴേ, ഒന്ന് ജാക്മ എന്ന് പറയുന്ന ചൈനീസ് മുതലാളി, ചൈനീസ് വെറും മുതലാളിയല്ല സാർ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ ട്രില്യനേഴ്സാണ്, ഇപ്പോൾ പ്രധാന കോടീശ്വരന്മാരാണ്. അവർ വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്യാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനി ഞങ്ങളൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു ഏതാനും ദശകങ്ങൾ, 2-3 ദശകങ്ങൾ കഴിയുമ്പോൾ ലോകത്തിൻ്റെ ഫോക്കസ് മാറും. ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി യൂറോപ്പിലേക്ക് നോക്കിയിരുന്നൊരു കാലം. അത് കഴിഞ്ഞ് ആ ശ്രദ്ധ വളരെ പെട്ടെന്ന് നമ്മൾ ജപ്പാനിലേക്ക് മാറ്റി, ആ ഫോക്കസ് പിന്നെ നമ്മൾ അമേരിക്കയിലേക്ക് മാറ്റി. ഇപ്പോൾ ഞാൻ ബീജിങ്ങിലേക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം ചൈനീസ് മുതലാളിയാണ്, അദ്ദേഹം പറയുന്നു, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അടുത്ത നൂറ്റാണ്ട് അല്ലെങ്കിൽ അടുത്ത ഏതാനും ദശകങ്ങൾക്കുള്ളിൽ ലോകം ഇന്ത്യയിലേക്ക് നോക്കും. അതിൽ പ്രധാനപ്പെട്ട 3 നഗരങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ഹൈദരാബാദ്, നിങ്ങളുടെ ബാംഗ്ലൂർ, നിങ്ങളുടെ പൂനെ, ഈ 3 നഗരങ്ങളായിരിക്കും ലോകത്തിൻ്റെ പ്രധാന ഫോക്കസ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സാറ് നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയാണ്. നിങ്ങൾക്ക് അമേരിക്കൻ മാർക്കറ്റ് വേണ്ട, നിങ്ങൾക്ക് ചൈനീസ് മാർക്കറ്റും വേണ്ട. പക്ഷേ നിങ്ങളുടെ മോഡൽ, ഇന്ത്യൻ മോഡൽ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വിനോദോപാധികൾ ഉണ്ടാക്കുന്ന ലോകമല്ല, അടിസ്ഥാന മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, നിങ്ങളുടെ സ്റ്റാർട്ടപ്പുകളെ ഞാൻ ഞെട്ടിപ്പോൾ അദ്ദേഹം പറയാം. മോദിയുടെ കാലത്തെ ഈ നിങ്ങളുടെ ഡെവലപ്മെൻ്റൽ ഇൻഡെക്സ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്, നിങ്ങളുടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ മുഴുവനും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി. എന്നിട്ട് പറയാണ്, ബൈജു എന്ന് പറയുന്ന ഒരുത്തനില്ലേ നിങ്ങളുടെ നാട്ടിൽ, അവൻ്റെ ക്ലാസ് റൂമാണ് ഞങ്ങൾ ലോകം മുഴുവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഗ്ലോബൽ ക്ലാസ് റൂമാണ് ബൈജു ഉണ്ടാക്കി കൊടുത്തത്, നമ്മുടെ മലയാളി. അപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിലാണ് ഊന്നുന്നത്. നിങ്ങൾ ആരോഗ്യ സേവന രംഗത്ത് എങ്ങനെ AI ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് മൊബൈൽ ഫോൺ ലഭ്യമാക്കുകയാണ്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഡാറ്റ ഏറ്റവും കുറഞ്ഞ വിലക്ക് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണക്കാരിലേക്ക് വികസനം എത്തിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മോഡൽ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മോഡലിനൊരു അപകടമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അമേരിക്കൻ മോഡലിനുള്ള അപകടം എന്താ വെച്ചാൽ, 34 കോടി ജനങ്ങളെ ഉള്ളൂ, അവരെല്ലാവരും ഒരേ ജീവിത സൗകര്യമുള്ളവർ, അവർക്ക് വെറൈറ്റി ഇല്ല. ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ജനസംഖ്യ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഓരോ മൂവ്മെൻറ്റും ഞങ്ങളുടെ സർക്കാർ ഇങ്ങനെ ഫയർവാൾ വെച്ച് നോക്കും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്ക് രണ്ടുമുണ്ട്. നിങ്ങൾക്ക് വെറൈറ്റി ഉണ്ട്. 142 കോടി ജനത ഒന്നിനൊന്ന് വ്യത്യസ്തമായി ജീവിക്കുന്നവരാണ്. അരിഷ്ടിച്ച് പണിയെടുക്കുന്നവരുണ്ട്, ബില്യനേഴ്സും ഉണ്ട്. വെറൈറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. അനാർക്കിയാണ് നിങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം, ആ അനാർക്കി നിങ്ങളുടെ ഫ്രീഡമാണ്. സ്കൈ ആണ് നിങ്ങളുടെ ലിമിറ്റ്. അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ വർക്കിംഗ് മോഡലിനെ കാത്തിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹം പറഞ്ഞു, തെക്ക് കിഴക്കൻ ഏഷ്യ. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്നലേക്കുള്ള തായ്ലാൻഡ്, വിയറ്റ്നാം, അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഈ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, അവർ നിങ്ങളുടെ മോഡൽ മതി അവർക്ക്, ഞങ്ങളുടെ മോഡൽ വേണ്ട. 2, ആഫ്രിക്കൻ കൺട്രീസിന് മുഴുവനും ഇന്ത്യൻ മോഡൽ മതി, കാരണം നിങ്ങളാണ് ശരി. 3, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നിങ്ങൾ മതി. അതുകൊണ്ട് ജാക്മ ഇന്ത്യക്കാരോട് പറയാണ്, നിങ്ങൾ എന്തിന് പേടിക്കണം? ഒരു അമേരിക്കൻ വാതിൽ നിങ്ങൾ എന്തിനു മുട്ടിക്കൊണ്ടിരിക്കണം? അവൻ പൂട്ടട്ടെ. എന്നിട്ട് ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാണ്. ഞങ്ങൾക്ക് അല്ല നിങ്ങളെ വേണ്ടത്, നിങ്ങളെ ലോകം കാത്തിരിക്കുന്നുണ്ട്. ഒന്നതാണ് ഗ്ലോബൽ മാർക്കറ്റ്. അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി സാർ വിശദീകരിക്കണം. ഇതേ സമയത്ത് തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ ബൈയിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് കയറ്റുമതിക്ക് കാത്തിരിക്കേണ്ടതിന് പകരം ഇന്ത്യൻ മാർക്കറ്റിനെ കുറെ കൂടി ഫലപ്രദമായി വിനിയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഉൽപ്പാദകർ വരില്ലേ? ഉറപ്പായിട്ടും വരും. അതിൻ്റെ ഒരു എക്സാമ്പിളായി കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞല്ലോ, സാബു ജേക്കബിൻ്റെ. അതെ, നമുക്ക് പറഞ്ഞേ പാനക്കത്തുള്ളൂ. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് നമ്മുടെ ബൈയിങ് കപ്പാസിറ്റിയുടെ കാര്യം പറയുമ്പോൾ
അദ്ദേഹം പറഞ്ഞത് ഭയങ്കര ദീർഘവീക്ഷണമുള്ള ഒരു വ്യവസായി നമുക്ക് കേരളത്തിൽ നിന്ന് പറയേണ്ടി വരും. അതുകൊണ്ടായിരിക്കുമല്ലോ അയാളുടെ വിജയം. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാനിത് നേരത്തെ കണ്ട് പ്ലാൻ ചെയ്തിരുന്നു, അമേരിക്ക നമുക്ക് ഈ പണി തരുമെന്ന്. എൻ്റെ ഏറ്റവും വലിയ ബിസിനസ് അമേരിക്കയിലേക്കാണ്. കാരണം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരെണ്ണം പോലും ഇവിടെ വിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുന്ന് നമുക്ക് ഇതുണ്ട്, അത് ഡിമാൻഡുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം കയറ്റി അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ അതിനു മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു, പണി കിട്ടിയാൽ എനിക്ക് വേറെ ഓപ്ഷൻ വേണമല്ലോ. കാരണം എനിക്ക് തൊഴിലാളികളുണ്ട്, എൻ്റെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത മെഷീനറീസ് ഉണ്ട്, ഇത് നിർത്തിവെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ അദ്ദേഹം എറണാകുളത്തൊരു ഷോറൂം തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് അവിടെ ഒരു ദിവസം അവിടെ ഞാൻ എൻ്റെ സാധനം പർച്ചേസ് ഒരു ദിവസം എനിക്ക് 15 ലക്ഷം രൂപയുടെ കച്ചവടമുണ്ട്. ഇപ്പം അവിടെ ഈ തട്ടുകേട് വന്നപ്പോൾ ഞാൻ ഭയക്കുന്നില്ല. ഞാനത് സാമ്പിൾ അടിച്ചു നോക്കിയപ്പോൾ തന്നെ ഞാൻ വിജയവാ. അപ്പം ഞാൻ ഇനിയും തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. 1000 കട ഞാൻ തുടങ്ങും അടുത്ത ഒരു കൊല്ലത്തിനകം, കേരളത്തിൽ മാത്രം. അടുത്ത ഒരു കൊല്ലത്തിനകം ഇന്ത്യയിൽ മൊത്തം എൻ്റെ 2000 ഔട്ട്ലെറ്റ് മിനിമം ഉണ്ടായിരിക്കും. എനിക്ക് അമേരിക്കയിൽ കയറ്റി വിടുന്നതിനെക്കാട്ടി 6 ഇരട്ടി ലാഭം ഇവിടെ കിട്ടും, എനിക്കറിയാം. അപ്പം കമ്പോളം എത്ര വലുതാ, നമ്മുടെ ബൈങ് കപ്പാസിറ്റി എന്ന് വലുതാ. നമുക്ക് പരിചയമുള്ള ഒരു ചെറുകിട മുതലാളിയാണ് സാബു ജേക്കബ്. റിലയൻസ് ഇതിനേക്കാൾ വിപുലമായി ചിന്തിക്കുന്നുണ്ടാവും, ടാറ്റ ഇതിനേക്കാൾ വിപുലമായി ചിന്തിക്കുന്നുണ്ടാവും. കയറ്റുമതിയുടെ കാലത്ത് നിന്ന് ആഭ്യന്തര വിൽപ്പനയുടെ ഒരു വലിയ മാർക്കറ്റായിട്ട് ഇന്ത്യ മാറുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉൽപാദകര് സമ്പൂർണ്ണമായും സാർ ഇതിനകത്ത് നരേന്ദ്രമോദി സാർ ആദ്യം ചോദിച്ചില്ലേ, സാർ ഇപ്പം പറഞ്ഞില്ലേ, നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞില്ലേ, ആരെ വിശ്വസിച്ചാ പറഞ്ഞതെന്നറിയാം? ഇന്ത്യക്കകത്ത് നിൽക്കുന്നവരെ വിശ്വസിച്ചാ പറഞ്ഞത്, ഇന്ത്യയിലെ ജനത്തിനെ വിശ്വസിച്ചാ പറഞ്ഞത്. കാരണം പലവട്ടം ഇവിടുത്തെ ഒരു ജനത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളീ പറയുമ്പം എല്ലാവരും ഇവിടെ കിടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കും. ഇന്ത്യക്ക് ഒരു വിഷയം വരട്ടെ, ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിം ഇല്ല, ബ്രിട്ടീഷുകാരൻ തോറ്റു എവിടെ, ഈവൻ മുതലാളിയില്ല, തൊഴിലാളിയില്ല. റിലയൻസിന്റെ 48ാമത്തെ വാർഷിക യോഗം ഇന്നലെ ഈ ഗണേശ ചതുർത്ഥി ദിവസം, ഗണേശോത്സവ ദിവസം 7 ലക്ഷം തൊഴിലാളികളാണ്. ഏതാണ്ട് 80ഓളം രാജ്യങ്ങളിലുണ്ട് അവർ. ആ രാജ്യങ്ങളിലൊക്കെയുള്ള തൊഴിലാളികളോട് അദ്ദേഹം പറഞ്ഞു, ഈ നൂറ്റാണ്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സുവർണകാലമാണെങ്കിൽ അത് ഇന്ത്യയുടേതാണ്. മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഒരു കമ്പനിയല്ല, നമ്മുടെ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ ഓരോ മുതലാളിക്കും ആ ചിന്തയുണ്ട്, ഇവിടുത്തെ ഓരോ ജാതിക്കും മതത്തിനും ആ ചിന്തയുണ്ട്. ആ ശക്തി ഒരു പക്ഷേ ഇതിനെ അതിജീവിപ്പിക്കും. ഈ ട്രംപിന് പണി കൊടുക്കും. സാറേ ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സാറ് നോക്കിക്കൂ, ഈ ഏറ്റെടുക്കൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒരു പക്ഷേ ഇപ്പം കേൾക്കുമ്പോൾ ചില പ്രേക്ഷകർ നമ്മളെ കളിയാക്കും, അമേരിക്കയുടെ കയ്യിൽ നിന്ന് സർവാധിപത്യം നഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിലേക്ക് വരുമെന്നല്ല, ഇന്ത്യ പറയുന്ന ലൈനിലേക്ക് ഒരു ജിയോ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ തന്നെയുള്ള സാറി പറഞ്ഞ ജാഗ്മ പറഞ്ഞല്ലോ, അവിടെ തന്നെയുള്ള വളരെ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞു, നിങ്ങൾ ഈ അടിക്കുന്നടി ആനയെ ഇന്ത്യയോട് കാണിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞ ആനയെ എലി അടിക്കുന്ന പോലെ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ഉൽപ്പാദനമില്ല, മാനുഫാക്ചറിങ് ഇല്ലാത്ത എല്ലാം വന്ന് ഇറങ്ങിയിട്ട് കച്ചവടം ചെയ്യണ്ട സമ്പത്ത്. ഇത് 6 മാസം അവർ സഫർ ചെയ്യുമ്പോൾ അവർക്ക് വേറെ ഇപ്പം നമുക്കൊരു കമ്പോളേ അറിയത്തുള്ളായിരുന്നു. നമുക്കിപ്പോൾ ഉണ്ടാവാൻ പോകുന്ന അനേകം കമ്പോളം, 40 അടുത്തേക്ക് തുണിയുടെ കൺസൈൻമെന്റ് ആയി, 100 രാജ്യത്തേക്ക് ഇലക്ട്രിക് വണ്ടി വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം മോദി. നമ്മൾ അതുപോലെ ഇവന്റെ സർവാധിപത്യം പോവാ, ബ്രിക്സ് 35% അവരുടെ കയ്യിലാണ്. ഇനി രണ്ടാമത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇതോടുകൂടി ഡോളറിന്റെ സമ്പൂർണ്ണാധിപത്യം നശിക്കാൻ പോകും സാറേ. ബ്രിക്സിലെ 35%ലേക്ക് വരുമ്പം, മത്സരബുദ്ധിയോട് വരുമ്പം, അവിടുത്തെ ക്രയവിക്രയം മൊത്തം ഡോളർ മാറ്റിയിട്ട് അവൻ്റെ നമ്മുടെ ഇന്ത്യൻ രൂപയാങ്കിൽ അവിടെ മറ്റേ അങ്ങ് മാറി. ഇതോടുകൂടി തകർന്നു പോകും. വലിയ മാറ്റം 5 അത് വളരെ കൃത്യമാണ് സാർ. വളർച്ച ബ്രിക്സ് 5 ആണെങ്കിൽ RIC 3 റഷ്യയും ഇന്ത്യയും ചൈനയും ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. മോദി കഴിഞ്ഞ ദിവസം ജപ്പാനിൽ പോയി മുഴക്കിയ മുദ്രാവാക്യം, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബ്രിക്സിലേക്ക് ഫ്രാൻസ് ഉൾപ്പെടെ വരാൻ പോകുന്നു എന്ന് മാത്രമല്ല, ആ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ മൂന്ന് പേര് തന്നെ ചേർന്നാൽ എന്തായിരിക്കും, അതിനോട് കൂടി ജപ്പാനും കൂടി ചേർന്നാൽ എന്തായിരിക്കും, റഷ്യയും ഇന്ത്യയും ചൈനയും ജപ്പാനും തന്നെ വലിയ ബ്രസീലായി, സൗത്ത് ആഫ്രിക്കയായി. സാറേ വലിയൊരു നീക്കമാണ്. തീർച്ചയായിട്ടും നീക്കാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നല്ലോ അമേരിക്ക പെട്ടുപോകും, അമേരിക്കയുടെ എല്ലാം നശിക്കും. കാരണം ഇതിനകത്ത് ഇന്ത്യ മോദി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് ആൾക്കാർക്ക് ഒരു വിശ്വാസം. മാത്രമല്ല ഇന്ത്യൻ മുതലാളിമാർക്ക് വേണ്ടി ഇന്നലെ മുകേഷ് അംബാനി പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി നമ്മൾ ഇന്ത്യൻ ഉൽപ്പാദകർ ഒരു മുദ്രാവാക്യമാണ് മുഴക്കേണ്ടത്. ലോകത്തിലെ വൻകിട 3-1 എന്നല്ല, ഇന്ത്യ ഫസ്റ്റ് എന്ന മുദ്രാവാക്യമാണ്. ഇന്ത്യൻ ഉൽപ്പാദകർ കൊടുക്കുന്ന വലിയ ബലം ഈ നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വമ്പിച്ച ഇന്ത്യയുടെ ജനതയെ നമ്മൾ എത്ര പറയുമ്പോഴും എത്ര കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലും സാറുകാരൻ
പണ്ടും ഇപ്പോഴും പരിശോധിക്കുമ്പോൾ അടിസ്ഥാന വിഷയം വരുമ്പോൾ ഇവിടെ ഇല്ല, ഒരു ഇല്ല. ജാതിയില്ല. ജാതിയില്ല. ഇവിടെ ഒരു ജാതിയില്ല. പണ്ട് ചൈനയുടെ ബോർഡറിന്റെ വിഷയം വന്നപ്പം പടക്കം വേണ്ടെന്നങ്ങ് തീരുമാനിച്ചു. ഇപ്പം തുർക്കിയുടെ വിഷയം വന്നപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചല്ലോ അവന്റെ ആപ്പിൾ വേണ്ട, ഒന്നും വേണ്ട. മറിച്ചുകൊണ്ട് ഇവിടുത്തെ ജനം ഭയങ്കര തീർച്ചയായിട്ടും ഈ ഒരുമയാണ്, ഈ മനുഷ്യ മനസ്സിന്റെ ശക്തി ഉണ്ടല്ലോ, കൂട്ടായ്മ. മോദിയുടെയും ഇന്ത്യയുടെയും ബലം അത് കണ്ട് ട്രംപ് പഠിക്കട്ടെ. പഠിക്കും. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ പഠിക്കും. പഠിച്ചു കൊള്ളട്ടെ. നന്ദി. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.